ഓക്കെ, നെക്സ്റ്റ് നമ്മളെ ചോദ്യം വരുന്നത് നോക്കാം. വിച്ച് അക്കൗണ്ടിങ് കൺസെപ്റ്റ് സ്പെസിഫൈസ് ദ പ്രാക്ടീസ് ഓഫ് ക്രെഡിറ്റിംഗ് ക്ലോസിംഗ് സ്റ്റോക്ക് ടു ദ ട്രേഡിംഗ് അക്കൗണ്ട്? താഴെ കൊടുത്തതിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ രേഖപ്പെടുത്തും. ട്രേഡിംഗ് അക്കൗണ്ടിലാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നത്. അത് താഴെ വരുന്നതിൽ ഏത് കൺസെപ്റ്റ് അനുസരിച്ചാണ്? കോസ്റ്റ് കൺസെപ്റ്റ്, റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, മേറ്റിംഗ് കൺസെപ്റ്റ്. മേറ്റിംഗ് കൺസെപ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്താവുന്നത് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ടാക്സസ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസ് വെർ അബോളിഷ്ഡ് ത്രൂ ദ ഇൻട്രൊഡക്ഷൻ ഓഫ്. ഇതിലേത് വന്നാലും ടാക്സുമായി ബന്ധപ്പെട്ടത് ഏത് ചോദ്യം വന്നാലും നിങ്ങൾ എന്ത് മനസ്സിലാക്കിയാൽ മതി, അത് GST തന്നെ ആയിരിക്കും. ഓക്കെ, അത് അതേ വരും. അടുത്ത, നെയിം ദ ന്യൂ ടാക്സ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ഇൻ അവർ കൺട്രി. നമ്മുടെ രാഷ്ട്രത്തിൽ പുതിയതായിട്ട് വന്ന ടാക്സ് സിസ്റ്റത്തിൻ്റെ പേരെന്താണ്? അതിൻ്റെ സ്ലോഗൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, 1 country 1 tax. എന്താണ്? GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ, അടുത്ത ചോദ്യം, ഡാഷ് കൺസെപ്റ്റ് ഈസ് കോൾഡ് പ്രൂഡൻസ്. ഈ കൺസെപ്റ്റിന് പ്രൂഡൻസ് എന്നുള്ള പേര് വിളിക്കപ്പെടുന്നു. ഞാൻ നേരത്തെ തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കൺസർവേറ്റീവ്സ് എന്നുള്ള കൺസെപ്റ്റിന് എന്തുണ്ട്? പ്രൂഡൻസ് എന്നുള്ളൊരു പേരും കൂടെ ഉണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ റിലേറ്റഡ് ടു ദ ഫോളോയിങ്. താഴെ പറയുന്നതിൽ അതുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾ ഏതാണെന്ന് രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക, പർച്ചേസ്ഡ് 10 kg ഓഫ് റോ മെറ്റീരിയൽസ് ഫോർ Rs 5,000. 5000 രൂപയ്ക്ക് സാധനം വാങ്ങി, അത് വാസ് എൻറ്റേഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് Rs 5,000. അത് 5000 രൂപ രേഖപ്പെടുത്തുകയും ചെയ്തു. എന്താ? മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പണത്തിൽ അളക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ എന്താവുള്ളൂ രേഖപ്പെടുത്തുള്ളൂ. ഇവിടെ 5000 രൂപേൻ്റെ സാധനം വാങ്ങി 5000 രൂപ രേഖപ്പെടുത്തി. ഓക്കെ, അതുകൊണ്ട് എന്താണ്? അത് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റാണ്. അടുത്ത ചോദ്യം, അസറ്റ് ഓഫ് ബിസിനസ് ആർ ഓൾവേസ് ഈക്വൽ ടു ദ ക്ലെയിംസ് ഓഫ് ഓണേഴ്സ് ആൻഡ് ഔട്ട്സൈഡ്സ്. സോറി, നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട കൺസെപ്റ്റാണ്, പറയാൻ വിട്ടുപോയതാണ്. ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്. ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊരു ബിസിനസ്സിൽ ഏതൊരു ഇടപാട് നടക്കുകയാണെങ്കിലും അവിടെ 2 വശങ്ങളുണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണ്, ബിസിനസ്സിലേക്ക് മുതലാളി ക്യാഷ് കൊണ്ടുവന്നു. അവിടെ 2 വശമുണ്ട്. ഒന്ന്, ബിസിനസ്സിലേക്ക് മുതലാളി ക്യാഷ് കൊണ്ടുവരുന്ന സമയത്ത് ബിസിനസ്സിന് അത്രയും പൈസ കിട്ടി, 10 ലക്ഷം ബിസിനസ്സിന് കിട്ടി. അതേസമയം ക്യാഷ് കിട്ടി എന്നുള്ളത് മാത്രമല്ല, ഇത്രയും ക്യാഷ് തിരിച്ചു കൊടുക്കാനുമായി. അപ്പോൾ 10 ലക്ഷത്തിൻ്റെ അസറ്റ് നമ്മളെ കയ്യിലുണ്ട്, അതോടൊപ്പം ഈ 10 ലക്ഷം അയാൾക്ക് തിരിച്ചു കൊടുക്കും വേണം. അപ്പോൾ ലയബിലിറ്റി ഉണ്ട്. ക്ലിയർ ആണോ? 2 വശമുണ്ട്. ഇനി അടുത്തത് വേറൊന്ന് പറയാം, നമ്മളെ കയ്യിൽ 10 ലക്ഷം ഉണ്ടായിരുന്നല്ലോ, നമ്മളെന്താക്കി അതുകൊണ്ടൊരു സാധനം ഫർണിച്ചർ വാങ്ങി. ഫർണിച്ചർ വാങ്ങുന്ന സമയത്ത് നമ്മളെ കയ്യിൽ 5000 രൂപയ്ക്ക് നമ്മൾ ഫർണിച്ചർ വാങ്ങുമ്പം 5000 എന്നുള്ള പൈസ നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നു, 5000-ന് സമാനമായിട്ടുള്ള ഫർണിച്ചർ നമുക്ക് കിട്ടുന്നു. കണ്ടോ? 2 വശം, ക്യാഷ് പോയി, ഫർണിച്ചർ കിട്ടി. ഇനി നമ്മൾ എന്താക്കുകയാണ്? മെഷീനറി വാങ്ങുകയാണ്. മെഷീനറി വാങ്ങുന്ന സമയത്ത് എന്താ? 10000-ൻ്റെ മെഷീനറി 10000 രൂപ കയ്യിൽ നിന്ന് പോയി, 10000 രൂപേൻ്റെ മെഷീനറി നമുക്ക് കിട്ടി. ഇനി നമ്മൾ സാധനം കച്ചവടം ചെയ്യുകയാണ്. സാധനം കച്ചവടം ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നമ്മളെ കയ്യിൽ നിന്ന് സാധനം പോകും, പകരം എന്താവും? പൈസ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാത്തിനും എന്തുണ്ടാവും? 2 വശം ഉണ്ടാവും. ഇതാണ് ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ 2 വശം എപ്പോഴും എന്തിനോട് തുല്യമായിരിക്കുന്നു? അസറ്റ്, ഒരു ഭാഗം അസറ്റാണ്, ഓക്കെ, സമം ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അസറ്റ് സമം ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഈ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലാണ് ഉദ്ദേശിക്കുന്നത്. ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മുതലാളിക്ക് കൊടുക്കാനുള്ള ബാധ്യതയാണ്. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ മുതലാളി അല്ലാത്ത ആളുകൾക്ക്. ഓക്കെ, അപ്പോൾ മുതലാളി അല്ലാത്ത ആളുകൾക്ക് കൊടുക്കാനുള്ള പൈസയും മുതലാളിക്ക് കൊടുക്കാനുള്ള പൈസയും അസറ്റിനോട് തുല്യമായിരിക്കും. അപ്പോൾ ഇത് ഏത് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാ? ഡുവൽ ആസ്പെക്റ്റാണ് കേട്ടോ. ഡുവൽ എന്ന് പറഞ്ഞാൽ 2 എന്നാണ് അർത്ഥം. ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, എവിടെ അത്? നോക്കാം. അരുൺ കൺസ്ട്രക്റ്റഡ് എ ബിൽഡിംഗ്. അരുൺ എന്താക്കി? ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി. Rs 5 lakh ഫോർ ഹിസ് ന്യൂ ബിസിനസ് കൺസേൺ. ബിസിനസ്സിൻ്റെ പുതിയ സംരംഭത്തിന് വേണ്ടിയിട്ട് ഒരു 5 ലക്ഷത്തിൻ്റെ ബിസിനസ് അയാൾ തുടങ്ങി. 2 വർഷം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 8 ലക്ഷമായി. ചോദ്യം ഇതാണ്, ഇഫ് യു ആർ ദൻ അക്കൗണ്ടൻറ്റ്, നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആണെങ്കിൽ വിച്ച് എമൗണ്ട് അപ്പിയർ ഇൻ ദ ബുക്സ്? ബുക്കിൽ ഏത് എമൗണ്ടാണ് ഉണ്ടാവുക എന്നാണ് ചോദ്യം. ഓക്കെ, നമ്മുടെ ഉത്തരം ഇതാണ്, 5 ലക്ഷമാണ് ബുക്കിൽ ഉണ്ടാവുക. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ അക്കൗണ്ടിങ് പ്രിൻസിപ്പൾ ഇൻ സപ്പോർട്ട് യുവർ റെക്കോർഡിങ്? ആ 5 ലക്ഷം രേഖപ്പെടുത്താൻ നിങ്ങളെ ആക്കിയ ആ പ്രിൻസിപ്പൾ ഏതാണ്? അത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റാണ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് വിലക്കാണോ നമ്മൾ ആ സാധനം വാങ്ങിയത് അത് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്.
ഓക്കെ, അടുത്ത ചോദ്യം. സ്റ്റേറ്റ് ദ കൺസെപ്റ്റ് ഓഫ് പോളിസി, ആൻറ്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ് ആൻഡ് പ്രൊവൈഡ് ഓൾ പോസിബിൾ ലോസസ്. മുൻകൂട്ടി കാണുന്ന ലാഭം രേഖപ്പെടുത്തൂല, നഷ്ടങ്ങൾ രേഖപ്പെടുത്തും. ഇത് പിന്നെ ഇത് ഏത് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, കൺസർവേറ്റിസം എന്നുള്ള കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം. റെക്കമെൻഡ് എനി വൺ പ്രാക്ടീസ് ഓഫ് അപ്ലൈയിങ് ദിസ് കൺസെപ്റ്റ് ഇൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൽ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സമയം, അതായത് ഞാൻ അപ്പോൾ തന്നെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഡെപ്റ്റേഴ്സ് എന്നുള്ള സാധനം, ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ള ആളാണ്. ഈ ഡെപ്റ്റേഴ്സ് ഇപ്പം നമുക്ക് എന്താവുന്നുണ്ട്, ഒരു ഉദാഹരണത്തിന് പറയാം, ഒരു 10,000 രൂപ നമുക്ക് കിട്ടാണ്ട് പല ആളുകളിനായിട്ട്. പക്ഷേ എല്ലാ വർഷവും അതിൽ പിന്നെ 10% പൈസ നമുക്ക് കിട്ടില്ല. 90% എല്ലാവരും ആൾക്കാർ ഇങ്ങനെ തന്നു പോരും. എന്നാലും 10% ക്യാഷ് പലപ്പോഴും എന്താവില്ല, കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താക്കുന്നോ, ഇത് ഡെപ്റ്റേഴ്സ് അല്ലേ, 10,000 ഡെപ്റ്റേഴ്സാണ് നമുക്ക് കിട്ടാനുള്ളതാണ്. അതിൽ 9,000 കിട്ടുള്ളൂ എന്ന് നമ്മൾ രേഖപ്പെടുത്തുന്നു. 1000 എന്താക്കുന്നു, നമ്മൾ ബാഡപ്റ്റായിട്ട്, ബാഡപ്റ്റ് മീൻസ് കിട്ടാക്കടം, ബാഡപ്റ്റായിട്ട് നമ്മൾ മാറ്റി വെക്കുന്നു. ഇതാണ് ഈ പ്രാക്ടീസ്. ഇത് അപ്ലൈ ചെയ്യുന്ന ഒരു സമയം പറയാനാണ് പറഞ്ഞത്. അപ്പം എന്ത് പറഞ്ഞാൽ മതി, ഡെപ്റ്റേഴ്സിൽ നിന്ന് കിട്ടാക്കടമായിട്ട് മാറ്റി വെക്കുന്നത് ഈ സാഹചര്യത്തിൽ പെട്ടതാണ്. അടുത്ത ചോദ്യം. ഐഡൻറ്റിഫൈ ദ അക്കൗണ്ടിങ് കൺസെപ്റ്റ്. താഴെ പറയുന്ന അക്കൗണ്ടിങ് കൺസെപ്റ്റ് ഏതാണെന്ന് പറയാൻ. എ ബിസിനസ് ഈസ് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് ഓണർ. ബിസിനസ്സും അതിൻ്റെ ഓണറും സെപ്പറേറ്റ് ആണ്. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങളൊന്ന് സ്വന്തം ആൻസർ ചെയ്യട്ടോ. നെക്സ്റ്റ്, അസറ്റ് സമം ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അസറ്റ് സമം ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ പറഞ്ഞല്ലോ, നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ സാധനം ഇതാണ് സാധനം, ഡുവൽ ആസ്പെക്റ്റ് കേട്ടോ. ഫോർ എവറി ഡെബിറ്റ് ദർ ഈസ് ആൻ ഈക്വൽ ക്രെഡിറ്റ്. ഏതൊരു ഡെബിറ്റിനും അതിന് തുല്യമായിട്ടുള്ള ക്രെഡിറ്റ് ഉണ്ടാവും. എന്താ, ഒരു വശത്തിന് അതിന് തുല്യമായിട്ട് വേറൊരു വശം ഉണ്ടാവും. അത് പറയുമ്പോൾ തന്നെ മനസ്സിലായി. എക്സ്പ്ലെയിൻ ദി സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ആപ്ലിക്കബിൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഏതാണ്? ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റാണ്. ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റാണ്. ഓക്കെ, ഇനി അടുത്തത് എക്സ്പാൻഡ് ദ ഫോളോയിങ്. താഴെ കാണുന്നതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞത്. ഒന്ന് GAAP. GAAP എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കണം എന്താ, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്നാണ് കേട്ടോ. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, അത് മറക്കരുത്. അതുപോലത്തെ വേറെ സാധനം കൂടെ ഇവിടെ വരുന്നുണ്ട്. 3 സാധനങ്ങളാണ് സാധാരണഗതിയിൽ ചോദിക്കൽ. ഓക്കെ, അപ്പോൾ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്നാണ് ഒന്നാമത്തതിൻ്റെത്. ഇനി വേറെ സാധനം കൂടെ ഇവിടെ ചോദിക്കുന്നുണ്ട്, IFRS ആണ്. IFRS കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം. ഓക്കെ, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നാണ്, സിസ്റ്റം എന്നല്ല, സോറി മാറ്റി പറഞ്ഞു കേട്ടോ, സ്റ്റാൻഡേർഡ് എന്നാണ്. അപ്പം അത് രണ്ടും ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ചിലപ്പോൾ ഇതിൽ ICAIയും കൂടെ എന്താ വേണ്ടി ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്, വരുമ്പോൾ നമ്മൾ പറയാം. റൈറ്റ് നോട്ട് ഓൺ എ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്താണെന്ന് ചെറിയ നോട്ട് ചെയ്താനാണ് പറഞ്ഞത്. അപ്പോൾ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ് എന്നുള്ള സാധനം വേറെയാണ്, മുതലാളി എന്നുള്ള സാധനം വേറെയാണ്. രണ്ടും സെപ്പറേറ്റ് സാധനങ്ങളാണ്. അതായത് പുറത്തുള്ള ഒരാൾക്ക് ബിസിനസ്സായിട്ട് എന്താണോ ബന്ധം, അതേ ബന്ധം തന്നെ ആർക്കുള്ളൂ, മുതലാളിക്കും ബിസിനസ്സായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പുറത്തുള്ള ആൾക്ക് പൈസ കടം കൊടുത്താലും എഴുതി വെക്കും, മൂപ്പര് ബിസിനസ്സിലേക്ക് പൈസ തന്നാലും എഴുതി വെക്കും. അതേമാതിരി തന്നെ മുതലാളി കൊണ്ടുവന്നാലും എഴുതി വെക്കും, മുതലാളി കൊടുത്താലും എന്താവും, രേഖപ്പെടുത്തും. ഓക്കെ, അടുത്ത ചോദ്യം. റോയൽ ഫർണിച്ചർ റിസീവ്ഡ് ആൻ ഓർഡർ ഫോർ മേക്കിംഗ് ഡൈനിങ് ടേബിൾ 10th May 2017. 10th May 10 പിന്നെ ടേബിൾ ഉണ്ടാക്കാനുള്ള ഓർഡർ കിട്ടിയെന്നാണ് പറഞ്ഞത്. 15 അതിൻ്റെ വർക്ക് കംപ്ലീറ്റായി. ഓക്കെ, 10 ഡൈനിങ് ടേബിൾ എന്തായി, മൂപ്പർക്ക് കൊടുത്തു. പിന്നെ 25 എന്താക്കിയത്, അതിൻ്റെ ക്യാഷ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ചോദ്യം ഇതാണ്, എപ്പോഴാണ് നമ്മൾ ഇത് റവന്യൂ ആയിട്ട് നമ്മൾ പരിഗണിക്കുക, ഏത് ഡേറ്റിലാണ് റവന്യൂ ആയിട്ട് പരിഗണിക്കുക, എന്തുകൊണ്ട്? ഓക്കെ, ഏത് ഡേറ്റിൽ നമ്മൾ പരിഗണിക്കുക? സാധനം കൊടുത്ത ഡേറ്റിൽ. അതെന്നാ 20th തീയതിയാണ് നമ്മൾ സാധനം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഡേറ്റിനാണ് നമ്മളത് റവന്യൂ ആയിട്ട് പരിഗണിക്കുക. എന്തുകൊണ്ടാണ്? റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റിൽ പറയുന്നത് എന്താണ്, സാധനങ്ങൾ കൈമാറിക്കഴിഞ്ഞാൽ മാത്രമേ എന്താവുള്ളൂ, അത് നമ്മുടെ റവന്യൂ ആവുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം. വാട്ട് ആർ ദ ഫോളോയിങ് ടേംസ് സ്റ്റാൻഡ്സ് ഫോർ? ഓക്കെ, അതിൽ GAAP നമ്മൾ പറഞ്ഞു, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ്. IFRS നമ്മൾ പറഞ്ഞു, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡാണ്. ഇനി ICAI ഇതിൻ്റെത് ഒറ്റ മിനിറ്റ് കേട്ടോ, ഞാൻ മറന്നുപോയിന്, ജസ്റ്റ് നോക്കട്ടെ. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അപ്പോൾ അതും കൂടെ എന്താക്കണം, അതിൻ്റെ കൂട്ടത്തിലൊന്നും മനസ്സിലാക്കി വെക്കണം കേട്ടോ.
ഇനി അടുത്ത ചോദ്യം ചോദിക്കുന്നത് റൈറ്റ് ആൻഡ് 3 അഡ്വാൻറ്റേജസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ ഒരു 3 അഡ്വാൻറ്റേജസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ടെക്സ്റ്റിൽ എന്താക്കിയിട്ടുണ്ട്, കുറേ സാധനം അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തൽക്കാലം ചെറിയൊരു 3 ഇവിടെ എഴുതുന്നുണ്ട്. ഒന്ന്, അബോളിഷൻ ഓഫ് മൾട്ടിപ്പിൾ ടാക്സ് സിസ്റ്റം. അബോളിഷ് ചെയ്യാൻ എന്താ, ഇല്ലാതാക്കുക. മൾട്ടിപ്പിൾ ടാക്സ് സിസ്റ്റത്തെ എന്താക്കി, ഇല്ലാതാക്കി. അബോളിഷ് ഓഫ് മൾട്ടിപ്പിൾ ടാക്സ് സിസ്റ്റം ഒന്നാമത്തത്. ഇനി അപ്പോൾ അതാണ് ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞത്. ഇനി വേറൊരു അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഇറ്റ് റെഡ്യൂസസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് എന്തായും റെഡ്യൂസ് ചെയ്തു. ഓക്കെ. വേറൊന്ന് നമ്മൾ പറയുകയാണെങ്കിൽ എക്കണോമിക് എഫിഷ്യൻസി, ഇറ്റ് വിൽ പ്രൊമോട്ട് ദ എക്കണോമിക് എഫിഷ്യൻസി ഓഫ് നാഷൻ. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക എഫിഷ്യൻസി എന്താവുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ടെക്സ്റ്റിലുള്ള സാധനം എഴുതിയാലും മതി, ഞാൻ ചെറിയ 3 സാധനം സിമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ചോദ്യം ബ്രീഫ്ലി എക്സ്പ്ലെയിൻ. ഏതൊക്കെയാണ്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെല്ലാവരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബിസിനസ് ഒരുപാട് കാലത്തേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടാണ്. അതായത് ഇറ്റ് ഹാസ് ഇൻഡെഫിനിറ്റ് ലൈഫ്. ഇതിനെന്തുണ്ട്, വലിയ ലൈഫ് ഉണ്ട്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡുവൽ ആസ്പെക്റ്റ് നമ്മൾ പറഞ്ഞു. എല്ലാ സാധനത്തിനും എന്തുണ്ട്, 2 വശം ഉണ്ടാവും. ഏത് ബിസിനസ് ട്രാൻസാക്ഷനും 2 വശം ഉണ്ടാവും. എല്ലാ ഡെബിറ്റിനും എന്തുണ്ടാവും, ഒരു ക്രെഡിറ്റ് വശം ഉണ്ടാവും. അടുത്തത് മാച്ചിങ് പ്രിൻസിപ്പിൾ. അതൊന്നും എന്താക്കിയിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വർഷത്തെ ചിലവ് അല്ലെങ്കിൽ ഒരു വർഷത്തെ വരുമാനം, അത് ആ ചിലവിലേക്കും വരുമാനത്തിലേക്കും തന്നെ എന്താക്കണം, പിന്നെ ആ വർഷത്തിലേക്ക് തന്നെ എന്താക്കണം, അത് ചേർത്ത് എഴുതണം എന്നുള്ളതാണ്. ഇനി സ്റ്റേറ്റ് വിച്ച് പ്രിൻസിപ്പിൾ ഓർ കൺസെപ്റ്റ് ആർ ആപ്ലിക്കബിൾ ഇൻ ദ ഫോളോയിങ് കേസ്. താഴെ പറയുന്നതിൽ ഏത് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടതാണ്? ക്രിയേറ്റ് ഓഫ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. ഉണ്ടോ, കിട്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ എന്താക്കുകയാണ്, സംശയിച്ചുകൊണ്ട് നമ്മൾ പ്രൊവിഷൻ വെക്കുകയാണ്. പ്രൊവിഷൻ വെക്കുക എന്ന് പറഞ്ഞാൽ അത്രയും പൈസ കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുക. ഇതിനാണ് പ്രൊവിഷൻ വെക്കുക. ഇത് ഏത് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടതാണ്? കൺസർവേറ്റിസം. കാരണം നഷ്ടസാധ്യതയെ രേഖപ്പെടുത്തുന്നതിന് നമ്മൾ എന്താണെന്ന് പറയുക, കൺസർവേറ്റിസം എന്നാണ് പറയുക. അടുത്ത ക്യാപിറ്റൽ ബ്രോട്ട് ബൈ ദ ഓണർ ഈസ് ട്രീറ്റഡ് ആസ് ലയബിലിറ്റി. മുതലാളി കൊണ്ടുവന്ന ക്യാഷിനെയും ബാധ്യതയായിട്ട് നമ്മൾ കാണുന്നു. എന്തുകൊണ്ട്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിലാണ് അങ്ങനെ പറയുന്നത്. മുതലാളി കൊണ്ടുവന്നത് എന്തുതന്നെയാണ്, അങ്ങനെ മുതലാളി വേറെയാണ്, ബിസിനസ് വേറെയാണ്. ഓക്കെ. അപ്പോൾ രണ്ട് സാധനം ആയതുകൊണ്ട് അതൊരു ബാധ്യതയായിട്ടാണ് നമ്മൾ രേഖപ്പെടുത്തുക. അടുത്ത മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് ഡിപ്രിസിയേഷൻ ഈസ് നോട്ട് ചേഞ്ചിങ് ഇയർ ആഫ്റ്റർ ചേഞ്ചിങ്. ഡിപ്രിസിയേഷൻ കാണാൻ 2 വഴിയുണ്ട്. ഒന്ന് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും ഒന്ന് സ്ട്രൈറ്റ് ലൈൻ വാല്യൂ മെത്തേഡും. ഈ രണ്ടും തമ്മിൽ എന്താക്കാൻ പാടില്ല, മാറ്റി പിടിക്കാൻ പാടില്ല. അത് എല്ലാ വർഷവും ഒരേ മാതിരി തന്നെ ആവണം. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കോൺസിസ്റ്റൻസി കൺസെപ്റ്റാണ്. അടുത്തത് അക്കൗണ്ടിങ് ഷുഡ് ഫോക്കസ് ഓൺ മെറ്റീരിയൽ ഫാക്റ്റ്. അത് 2 സാധനമുണ്ട്, അത് നിങ്ങൾ പഠിച്ചു വെക്കൽ ആവശ്യമാണ്. അതിലൊന്നെന്താണെന്ന് വെച്ചാൽ മെറ്റീരിയലിറ്റി കൺസെപ്റ്റും വേറൊന്ന് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റാണ്. അത് വളരെ സിമ്പിളാക്കി മനസ്സിലാക്കുക. മെറ്റീരിയലിറ്റി കൺസെപ്റ്റ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ അതിലെന്താക്കാൻ പാടില്ല, രേഖപ്പെടുത്താൻ പാടില്ല. ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, ചെറിയ പേന വാങ്ങിയത്, പെൻസിൽ വാങ്ങിയത്, ഇതൊക്കെ എന്താക്കുക, സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ട് എന്താക്കുക, ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അതല്ലെങ്കിൽ പ്രാധാന്യമല്ലാത്ത ഒരുപാട് സാധനങ്ങൾ എന്താക്കുക, രേഖപ്പെടുത്തുക. അതുണ്ടാവാൻ പാടില്ല എന്നാണ് മെറ്റീരിയലിറ്റി കൺസെപ്റ്റ് പറയുന്നത്. അതേസമയം ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് പറയുന്നതോ പ്രാധാന്യമുള്ള എല്ലാ സാധനവും അതിലുണ്ടാവണം. ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ പ്രാധാന്യമുള്ള എല്ലാ സാധനവും അതിൽ വേണം. മെറ്റീരിയലിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാലോ അപ്രധാനമായ സാധനങ്ങൾ അതിലുണ്ടാവാൻ പാടില്ല. ഓക്കെ. ഇത് ഒരേ കൺസെപ്റ്റ് ആണെന്ന് തോന്നും, പക്ഷേ ഒരേ കൺസെപ്റ്റല്ല, രണ്ടും തമ്മിൽ എന്തുണ്ട്, ചെറിയ മാറ്റമുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, അക്കൗണ്ടിങ് ഷുഡ് ഫോക്കസ് ഓൺ മെറ്റീരിയൽ ഫാക്ട്സ്. ഇതെന്താണ്, മെറ്റീരിയലിറ്റി പ്രിൻസിപ്പിളാണ്. അടുത്ത ചോദ്യം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റിന് എന്ത് ചെയ്യാൻ, കിട്ടോ ഇല്ലേ എന്നുള്ളത് സംശയം. അപ്പം നമ്മളെന്താകാണ്, പ്രൊവിഷൻ വെക്കുകയാണ്. കിട്ടൂല എന്നുള്ളൊരു പ്രൊവിഷൻ വെക്കുകയാണ്. എന്നാൽ അത് ഏതുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് കൺസർവേറ്റിസം കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. ഓണർ ആൻഡ് ബിസിനസ് ആർ സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. ഓണർ വേറെയാണ്, മുതലാളി വേറെയാണ്. അതേതാണ്, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റാണ്. ബിസിനസ് ഹാസ് വെരി ലോങ് ലൈഫ്. ബിസിനസ്സിന് ഒരുപാട് കാലത്ത് എന്തുണ്ട്, ആയുസുണ്ട്. അതേതുമായി ബന്ധപ്പെട്ടതാണ്, ഗോയിങ് കൺസേണുമായി ബന്ധപ്പെട്ടതാണ്. ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആർ ഇഗ്നോർഡ് ഇൻ ദ അക്കൗണ്ട്സ്. അക്കൗണ്ടിൽ നമ്മൾ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താക്കുന്നു, മാറ്റി വെക്കുന്നു. അത് ശ്രദ്ധിക്കേണ്ടത് ഈ വേർഡാണ്, ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റുന്നത്, നമുക്ക് ഇവിടെ എന്താക്കാം, പണത്തിൽ അളക്കാൻ പറ്റുന്നത് എന്ന് പറയാം. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വഭാവങ്ങൾ അതല്ലെങ്കിൽ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഇപ്പോൾ എന്ന് പറയാം, നല്ലൊരു മാനേജർ വന്നു, ഇത് നമ്മൾ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുക. നല്ല സ്വഭാവമുള്ളൊരു മാനേജർ വന്ന് അക്കൗണ്ടിങ് രേഖപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. അതൊരു ക്വാളിറ്റിയാണ്.
ഓക്കെ, അപ്പോൾ ഇത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഇഗ്നേഡ് ക്വാളിറ്റേറ്റീവ് സാധനത്തെ നമ്മൾ രേഖപ്പെടുത്തൂല, അപ്പോൾ അത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? മണി മെഷർമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അടുത്തത് വീണ്ടും നമുക്ക് എന്താവാനുള്ള മാച്ച് ചെയ്യാനുള്ളതാണ്. ദ എക്സിസ്റ്റൻസ് ഓഫ് ബിസിനസ് ഈസ് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് ഓണർ. ഓണർ വേറെയാണ്, ബിസിനസ് വേറെയാണ്. ഏതാ? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അസറ്റ്സ് ആൻഡ് സമർ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഏതാണ്? ഡുവൽ ആസ്പെക്റ്റ് ആണ്. ദ റെക്കോർഡിംഗ് ഓഫ് പ്രൈസ് ഓഫ് അസറ്റ്സ് ആസ് ഇറ്റ്സ് അക്വസിഷൻ പ്രൈസ്. നമ്മൾ ഈ കോസ്റ്റ് കൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. കോസ്റ്റ് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഞാൻ ചൈനയിൽ നിന്നൊരു മെഷീനറി ഓർഡർ ചെയ്തു. അങ്ങനെ 10,000 അവിടെ മെഷീനറി വാങ്ങാൻ വേണ്ടി കൊടുത്തു. ഓക്കെ, 2,000 അതെനിക്ക് ഇങ്ങോട്ട് എത്തിക്കാനായി, 1,000 അതിവിടെ ഫിറ്റ് ചെയ്യാനായി. എന്നാൽ നമ്മൾ ബിസിനസ്സിൻ്റെ ഈ മെഷീനറിൻ്റെ വില എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണ് എഴുതുക? 13,000 ആണ് എഴുതുക. ഇതാണ് കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. നമുക്കത് എത്രക്കാണോ അത് പ്രവർത്തന യോഗ്യമാവുന്നത് ആ വിലയിൽ എഴുതുന്നതിനാണ് നമ്മൾ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയാം. ഓക്കെ, അടുത്തത് ഡു നോട്ട് ആൻറ്റിസിപ്പേറ്റ് പ്രോഫിറ്റ് ബട്ട് പ്രൊവൈഡ് ഫോർ ഓൾ ലോസസ്. ലാഭങ്ങൾ എന്താവില്ല, മുൻകൂട്ടി കാണുന്ന, ആൻറ്റിസിപ്പേറ്റ് മീൻസ് മുൻകൂട്ടി കാണുന്ന ലാഭങ്ങൾ രേഖപ്പെടുത്തൂല, അതേസമയം നഷ്ടങ്ങൾ എന്താവും? രേഖപ്പെടുത്തും. അതേതാണ്? കൺസർവേറ്റിസം കൺസെപ്റ്റ്. അടുത്ത ചോദ്യം, ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. അതായത് ക്ലോസിംഗ് സ്റ്റോക്കിനെ നമുക്ക് 2 രൂപത്തിൽ വേണമെങ്കിൽ രേഖപ്പെടുത്താം. ഒന്ന്, നമുക്ക് ഏത് വിലക്കാണോ കിട്ടിയത് അതിൽ രേഖപ്പെടുത്താം. അതല്ലെങ്കിൽ നമ്മൾ എത്ര പൈസക്കാണോ കച്ചവടം ചെയ്യുന്നത്, നമ്മൾ കിട്ടിയ വിലക്ക് തന്നെ കച്ചവടം ചെയ്യുക, പിന്നെ അപ്പം കച്ചവടം നടക്കില്ലല്ലോ. നമുക്ക് ഏത് വിലക്കാണോ കിട്ടിയത് ആ വിലയിൽ വേണമെങ്കിൽ രേഖപ്പെടുത്താം. അതല്ലെങ്കിൽ നമ്മൾ എത്ര രൂപയ്ക്കാണോ കച്ചവടം ചെയ്യുന്നത് ആ വിലയിലും വേണമെങ്കിൽ രേഖപ്പെടുത്താം. പക്ഷേ നമ്മൾ പോളിസി ഇങ്ങനെയാണ്, ഏതാണോ ചെറുത് അതിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഏതാണോ ചെറുത്, ചിലപ്പോൾ നമുക്ക് കിട്ടിയ പൈസയേക്കാളും കുറച്ചിട്ട് നമ്മൾ എന്താവേണ്ടി വരും? സാധനം കച്ചവടമാക്കേണ്ടി വരും. നമ്മൾ തക്കാളി ഇന്നലെ വാങ്ങി 18-നാണ്, ഇന്ന് തക്കാളിയിൽ മാർക്കറ്റിൻ്റെ വില അപ്പോൾ തക്കാളിക്ക് ഇന്നലെ നമ്മൾ വാങ്ങിയത് 13 റുപ്യായിട്ടാണ്. പക്ഷേ ഇന്ന് മാർക്കറ്റിൽ തക്കാളിൻ്റെ വില 10 റുപ്യാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ വിലയേക്കാളും കുറച്ചിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷേ നമ്മളെ പോളിസി എങ്ങനെയാണ്? ഏതാണോ ചെറുത്, വിച്ച് എവർ ഈസ് ലെസ്, ഏതാണോ ചെറുത് അത് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ എന്താവേണ്ടി വരും? കോസ്റ്റ് പ്രൈസ് ആയിരിക്കും ചിലപ്പം ചെറുത്, ചിലപ്പം മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും ചെറുത്. ഏതാണോ ചെറുത് അത് രേഖപ്പെടുത്തുക. ഇതാണ് നമ്മൾ നോക്കുക. അവിടെ എന്തൊക്കെയാണ് ഓപ്ഷൻ എന്നുള്ളത്? കോൺസിസ്റ്റൻസി. കോൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നയം എപ്പോഴും എന്താവുക? അത് പിന്തുടരുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, എവരി ട്രാൻസാക്ഷൻ ഹാസ് 2 ആസ്പെക്റ്റ്. ഏത് ട്രാൻസാക്ഷനും 2 വശം ഉണ്ടാവും. ഡുവൽ ആസ്പെക്റ്റ്, ഡുവാലിറ്റി. അക്കൗണ്ടിങ് റെക്കോർഡ്സ് മോണിറ്ററി ഇവൻറ്റ്സ് ഓൺലി. അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്ത് മാത്രമേ രേഖപ്പെടുത്തുള്ളൂ? മോണിറ്ററി, പൈസയിൽ അളക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ എന്താവുള്ളൂ? രേഖപ്പെടുത്തുള്ളൂ. ഇതാണത് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. അടുത്ത, ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ് ആർ നോട്ട് അഡ്വൈസുകൾ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അക്കൗണ്ടിങ്ങിൽ എന്തല്ല, നല്ലൊരു കാര്യമല്ല. ഓക്കെ, ഇതും എന്തുതന്നെയാണ്? കോൺസിസ്റ്റൻസി തന്നെയാണ് കേട്ടോ. അടുത്തത്, ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. പ്രൊവിഷൻ വെക്കുക. ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി നമ്മൾ വിശദീകരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതേതാണ്? കൺസർവേറ്റീവ്സ് ആണ്. ട്രാൻസാക്ഷൻ ആർ ടു ബി സപ്പോർട്ടഡ് ബൈ സോഴ്സ് ഡോക്യുമെൻറ്റ്. നമ്മളെല്ലാ ട്രാൻസാക്ഷനുകളും എന്ത് വേണം? നമുക്കൊരു ഡോക്യുമെൻറ്റിൻ്റെ സപ്പോർട്ട് വേണം. ഈ കൺസെപ്റ്റിന് പറയുന്ന പേര് വെരിഫയബിൾ ഒബ്ജക്റ്റീവ് എന്നാട്ടോ. ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ് എന്ന് പറയും, വെരിഫയബിൾ ഒബ്ജക്റ്റീവ് എന്ന് പറയും. ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, അടുത്തത്, സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആഡഡ് ടു സാലറി അക്കൗണ്ട്. ഈ വർഷത്തെ സാലറി അത് കൊടുക്കാനുള്ളതും ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ പെൻഡിങ്ങിൽ വെച്ചത് അതും എന്താക്കണം? ആ വർഷത്തിൽ തന്നെ രേഖപ്പെടുത്തണം. ഇതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ സാധനം. അടുത്തത്, എവരി ട്രാൻസാക്ഷൻ ഹാസ് 2-fold എഫക്റ്റ്. എല്ലാത്തിനും എന്തുണ്ടാവും? 2 വശം ഉണ്ടാവും. ഡുവാലിറ്റി ആസ്പെക്റ്റ് കൺസെപ്റ്റ്. അടുത്ത വീണ്ടും പോളിസി ഓഫ് പ്ലേയിങ് സേഫ്. എന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ, ബാക്കിയുള്ള നമ്മൾ നോക്കാം. ക്യാപിറ്റൽ ഈസ് ട്രീറ്റഡ് ആസ് ലാബിലിറ്റി ഓഫ് ദ ബിസിനസ്. മുതലാളി കൊണ്ടുവന്ന പൈസനെയും ബാധ്യതയായിട്ട് കാണുന്നു. എന്തുകൊണ്ടാണ്? മുതലാളി വേറെയാണ്, ബിസിനസ് വേറെയാണ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റാണ്. പ്രോഫിറ്റ് സമം റവന്യൂ മൈനസ് എക്സ്പെൻസ്. പ്രോഫിറ്റ് മൈനസ് നോക്കണം.
അടുത്ത ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആർ ഇഗ്നോർഡ് ഇൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൽ എന്താവും, നമ്മൾ ക്വാളിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെയാണ്, അതിന് നമ്മളെന്താവും അവഗണിക്കും. എന്നുവെച്ചാൽ പണത്തിൽ രേഖപ്പെടുത്താൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ രേഖപ്പെടുത്തുള്ളൂ, സ്വഭാവങ്ങളും വിശേഷങ്ങളും അവിടെ എഴുതൂല. അതെന്താണ്, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റാണ്. ഓക്കെ, ഇതിൽ 2 സാധനം കിട്ടാത്തതുണ്ട്, അത് എന്താണെന്ന് നോക്കണം കേട്ടോ. ഇത് മിക്കവാറും എന്തായിരിക്കുന്നു, സേഫ് എന്നൊക്കെ കാണുന്നുണ്ട്, അതുകൊണ്ട് എന്തായിരിക്കും, അത് കൺസർവേറ്റിസം കൺസെപ്റ്റ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ ഒന്നേ ബാക്കിയുള്ളൂ, മാച്ചിങ് കൺസെപ്റ്റ്. ഓക്കെ, റവന്യൂ എക്സ്പെൻസ് നമ്മൾ ഒരേ സമയത്ത് തന്നെ എഴുതണം എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ്, മാച്ചിങ് കൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ. അടുത്തത് മാച്ച് ദ ഫോളോയിങ്. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, ഇതിങ്ങനെയാണ് കേട്ടോ. A1 2 3 4 ABCD അതതിൻ്റെ പുറത്ത് വന്നിട്ടുള്ളത് നോക്കുക. ഒന്നാമത്തത് വെരിഫയബിൾ എവിഡൻസ്. എന്താ നമ്മൾ പറഞ്ഞത്, നമ്മളെ ട്രാൻസാക്ഷനുകൾ, നമ്മൾ വെരിഫയബിൾ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞില്ലേ, അതായത് നമ്മൾ ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് എന്ത് വേണം, സപ്പോർട്ട് ചെയ്യാൻ ഒരു വൗച്ചർ എന്ത് വേണം, വെരിഫൈ ചെയ്യാൻ പറ്റണം എന്നുള്ളത്. അതിലേതുമായി ബന്ധപ്പെട്ടതാണ്? ഒന്നുള്ളത് എ ഭാഗത്തൊന്ന് ഡുവൽ ആസ്പെക്റ്റ് ആണ്. 2 ഫിക്സഡ് അസറ്റ് റെക്കോർഡ് അറ്റ് ഒറിജിനൽ കോസ്റ്റ് ആൻഡ് ഡിപ്രിസിയേറ്റ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനറാണ്. പിന്നൊന്ന് ഇഗ്നോർ ഇൻസിഗ്നിഫിക്കൻറ്റ് ഡീറ്റെയിൽസ് ആണ്. പിന്നൊന്ന് വൗച്ചറാണ്. അപ്പോൾ വൗച്ചറാണ് ഇവിടെ ഒന്നാമത്തത്. അടുത്ത ചോദ്യം മെറ്റീരിയലിറ്റിയാണ്. മെറ്റീരിയലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്, പ്രധാനമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും അതിലുണ്ടാവണം, അതായത് അപ്രധാനമായത് എന്താക്കണം, ഒഴിവാക്കണം. ഓക്കെ, ഇവിടെ കണ്ടോ, ഇഗ്നർ ഉപേക്ഷിക്കണം, ഇൻസിഗ്നിഫിക്കൻറ്റ് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, അപ്രധാനമായ സാധനങ്ങൾ എന്താക്കണം, ഒഴിവാക്കണം. അപ്പോൾ ഇതാണ് 2 മെറ്റീരിയലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി 4ാമത്തെ സാധനം നോക്ക്, അക്കൗണ്ടിങ് ഇക്വേഷൻ. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തേനോ 2 ഭാഗം ഉണ്ടെന്നല്ലേ, എല്ലാത്തിനും ഒരു ഡെബിറ്റിന് ഒരു ക്രെഡിറ്റ് ഉണ്ടാവുന്നല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് ഡുവൽ ആസ്പെക്റ്റ്. ഇത് 3. അപ്പം ഇനി അതിൽ 1 ബാക്കിയുള്ളൂ, അതങ്ങോട്ട് എന്താക്കിയാൽ മതി, ചേർത്ത് കൊടുത്താൽ മതി. അടുത്തത് ഗിവ് ദ ഫുൾ ഫോം ഓഫ് GAAP. GAAP ഗ്യാപ്പിൻ്റെ ഫുൾ ഫോം എഴുതാണ്. നമ്മൾ പറഞ്ഞു ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ്. പിന്നെ ഐഡൻറ്റിഫൈഡ് ദ റെലവൻറ്റ് കൺസെപ്റ്റ് അസോസിയേറ്റ്. താഴെ പറയുന്ന സാധനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രിൻസിപ്പിൾ ഏതാണെന്ന് പറയാൻ. 1 ക്വാളിറ്റി ഓഫ് മാൻ പവർ. കണ്ടോ, ക്വാളിറ്റി ഓഫ് മാൻ പവർ ഈസ് നോട്ട് റെക്കോർഡഡ്. മാൻ പവറിൻ്റെ ക്വാളിറ്റി എന്താവില്ല, റെക്കോർഡ് ചെയ്യൂല. മാൻ പവറിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ, പൈസ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ, നല്ല സ്വഭാവമുള്ള മാനേജർ, ഓക്കെ, നല്ല കരുത്തുള്ള ബലിഷ്ഠനായിട്ടുള്ള തൊഴിലാളി എഴുതാൻ പറ്റില്ലല്ലോ. ഓക്കെ, അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടത് ഏതാ, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റാണ്. ഫോർ എവരി ഡെബിറ്റ് ദർ ഈസ് ആൻ ഈക്വൽ ക്രെഡിറ്റ്. എല്ലാ ഡെബിറ്റിനും ഒരു ക്രെഡിറ്റ് ഉണ്ടാവും. ക്രെഡിറ്റും ഡെബിറ്റും എന്താണെന്നുള്ള നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പറയുള്ളൂ കേട്ടോ. അതായത് എല്ലാത്തിനും ഒരു എതിർവശം ഉണ്ടാവും, അതാണ് പറഞ്ഞത്, ഡുവൽ ആസ്പെക്റ്റാണ്. അടുത്തത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഔട്ട്സ്റ്റാൻഡിങ് സാലറിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക, അതേ വർഷത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതല്ലേ പറഞ്ഞത്. അപ്പോൾ അതെന്താണ്, മാച്ചിങ് പ്രിൻസിപ്പിളാണ്. ഓക്കെ, അടുത്ത നമ്മൾ ബിസിനസ് ഹാവ് ഗോട്ട് ഇൻഡെഫിനിറ്റ് ലൈഫ്. ബിസിനസ്സിന് എന്തുണ്ട്, ഒരുപാട് കാലത്തെ ലൈഫുണ്ട്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റാണ്. അടുത്തത് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. ഏതാണോ ചെറുത് അതിൽ രേഖപ്പെടുത്തുകയാണ് ചെയ്യാം. ഏതുമായി ബന്ധപ്പെട്ടതാണ്, കൺസിസ്റ്റൻസിയാണ്. വിച്ച് എവർ ഈസ് ലെസ്, ഏതാണോ ലെസ് അതിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അടുത്ത ചോദ്യം എക്സ്പ്ലെയിൻ എനി 4 അക്കൗണ്ടിങ് കൺസെപ്റ്റ് ഫ്രം ദ ഫോളോയിങ്. താഴെ എന്നുള്ള ഏതെങ്കിലും 4 എണ്ണം നമ്മളോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. 1 അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ്, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, മാച്ചിങ് കൺസെപ്റ്റ്, കൺസർവേറ്റിസം കൺസെപ്റ്റ്. ഇഷ്ടമുള്ള 4 എന്താക്കുക, അതിൽ നിന്ന് എടുത്തായിട്ട് എഴുതുക. അതിൽ നോക്കി ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം, മണി മെഷർമെൻറ്റ് അറിയാം, മാച്ചിങ് കൺസെപ്റ്റും അറിയില്ലേ, നമ്മൾ ആ ഒരേ വർഷത്തെ ചിലവും അതേ വർഷത്തെ വരുമാനം തമ്മിൽ ആ വർഷത്തിലേക്ക് തന്നെ എന്താക്കണം, ചേർത്ത് എഴുതണം എന്ന് പറയുന്നത്. കൺസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാലും അറിയാം, അതായത് മുൻകൂട്ടി കാണുന്ന ലാഭം രേഖപ്പെടുത്തൂല, എന്നാൽ മുൻകൂട്ടി കാണുന്ന നഷ്ടം എന്താവും, രേഖപ്പെടുത്തും. ഓക്കെ, അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിങ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് തിരിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇടയ്ക്കിടയ്ക്ക് കണക്കുകൾ എന്താക്കണം, ഒന്ന് ചെക്ക് ചെയ്ത് വെരിഫൈ ഒക്കെ ചെയ്യണം. ഓക്കെ, അതിൻ്റെ ആ സമയത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുക, അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് എന്ന് പറയുക. മറ്റേ നമ്മൾ എന്താക്കുന്നുണ്ട്, സാധനം വാങ്ങുന്നുണ്ട്, വീണ്ടും ആ പൈസ അതിലേക്ക് ഇറക്കുന്നുണ്ട്, വീണ്ടും സാധനം വാങ്ങുന്നുണ്ട്, വീണ്ടും കച്ചവടം ചെയ്യുന്നുണ്ട്, ലാഭമാണോ നഷ്ടമാണോ എന്താക്കാൻ പറ്റില്ല, തിരിയാൻ പറ്റില്ല. ഓക്കെ, അതാണ് അക്കൗണ്ടിങ്. അപ്പോൾ നമ്മൾ 2ാമത്തെ ചാപ്റ്ററിലെ ഏറെക്കുറെ എല്ലാ ക്വസ്റ്റ്യനും എന്താക്കി നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ.